ഹലോ ഗൈസ്, നമുക്കിതൊരു മിനിയേച്ചർ കേക്ക് ആയാലോ. അപ്പം മധുരം ഇഷ്ടമില്ലാത്ത ആൾക്കാർ കുറവായിരിക്കും അല്ലേ. അതിൽ തന്നെ കേക്ക് ആണെങ്കിലോ പറയും വേണ്ട, പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. എനിക്കൊക്കെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇൻട്രോ പറഞ്ഞ് തുടങ്ങാൻ കാരണം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഫോം ക്ലേ ആണ്. അതാകുമ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരേ ഒരു പ്രശ്നമുള്ളൂ, പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടാൻ പറ്റില്ല. പശയോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ഒരുമിച്ച് വെച്ചാൽ മതി. പിന്നെ വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഗുണമേ ഇതിന്, ദോഷമേ ഇതിനുള്ളൂ. ഗുണമല്ല ദോഷം. എൻ്റെ ഒരു അബദ്ധം പറ്റിയതാണേ, ക്ഷമിക്കണേ. അപ്പോൾ നമ്മൾ പറഞ്ഞ കേക്കിൻ്റെ പകുതി പണിയായി. ഞാൻ ആദ്യം ഒരു റോസ് കളർ ബേസ് എടുത്തിട്ട് അതിന് മുകളിൽ വൈറ്റ് കളർ ക്ലേ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തു. അതാകുമ്പോൾ നമുക്ക് എഡ്ജ് ഫിനിഷിംഗ് ഇല്ലാത്ത നമുക്ക് മറ്റേ ക്രീപ്പ് കേക്ക് ഉണ്ടാക്കാം. അതാണ് എൻ്റെ ലക്ഷ്യം. അതേപോലെ തന്നെ രണ്ടാമത്തെ ലെയർ ഞാൻ സെയിം പ്രൊസീജിയറിൽ റിപ്പീറ്റ് ചെയ്തു. അത് റിപ്പീറ്റ് ചെയ്ത് മൂന്നാമത്തെ ലെയർ ടോപ്പിലും അങ്ങനെ വെച്ചിട്ട് ഇനി നമുക്കൊരു കുഞ്ഞ് ഡെക്കറേഷൻ പരിപാടി ആയല്ലോ. ഒരു കുട്ടി സ്ട്രോബെറി ഉണ്ടാക്കാം ആദ്യം തന്നെ. അതിനായിട്ട് ഞാൻ സ്ട്രോബെറിക്ക് ബേസ് കൊടുക്കാനായിട്ട് വൈറ്റ് കളർ ക്ലേ എടുത്തിട്ട് ഒരു കുഞ്ഞ് റൗണ്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലാണ് ഈ സ്ട്രോബെറി എടുക്കുന്നത്. അതാകുമ്പോൾ സ്ട്രോബെറി കുറച്ച് പോപ്പപ്പ് ചെയ്ത് ഇരിക്കുമെന്ന് എനിക്ക് തോന്നി. കേക്കിലൊക്കെ അങ്ങനെയാണല്ലോ, നമ്മൾ എന്തെങ്കിലും വെക്കുന്നതിന് മുമ്പ് വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണല്ലോ. അതേ ഒരു പാറ്റേൺ ഞാൻ ഫോളോ ചെയ്തു, അത്രയേ ഉള്ളൂ. പിന്നെ ഈ സ്ട്രോബെറിയിൽ കുഞ്ഞു കുഞ്ഞു കുത്തിട്ട് കൊടുത്താൽ ആ സ്ട്രോബെറിക്ക് കുറച്ചൊരു ഒറിജിനാലിറ്റി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ ചെയ്തു കൊടുത്തു. കാരണം മഞ്ഞ കളറൊക്കെ വെക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ മടിയായിരുന്നു. പിന്നെ ഒരു കുട്ടി ലീഫും കൂടി ഉണ്ടാക്കി വെച്ചു. ഇത്രേ ഉള്ളൂ പണി, സിമ്പിളല്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ പരിപാടി. എല്ലാവർക്കും ഇഷ്ടമായി. എൻ്റെ കൂടെ ഒന്ന് കൂടി എന്നെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.